നമസ്കാരം. മോദി അധികാരത്തിലെത്തിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന 2014 വിജയത്തിൻ്റെ വക്കിൽ വരെ എത്തിയ ഒരു സ്ഥാനാർത്ഥി BJPക്ക് കേരളത്തിലുണ്ടായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി O രാജഗോപാലാണ് കേവലം 15,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോറ്റുപോയത്. സിറ്റിംഗ് MP ആയ ശശി തരൂർ അക്കുറി കഷ്ടിയാണ് കടന്നുകൂടിയത്. വിശ്വപൗരൻ എന്ന തരൂരിൻ്റെ ഇമേജ് രാജഗോപാലിൻ്റെ മുമ്പിൽ മങ്ങുന്ന കാഴ്ചയായിരുന്നു 2014 കണ്ടത്. 2019 പക്ഷേ കുമ്മന രാജശേഖരൻ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 1 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു. കേരളത്തിൽ മോദിക്കെതിരായി കോൺഗ്രസിന് അനുകൂലമായി ആഞ്ഞു വീശിയ തരംഗം തന്നെയായിരുന്നു ശശി തരൂരിൻ്റെ അപ്രതീക്ഷിതമായ ആ ഭൂരിപക്ഷം. 2024 തരൂരിനു പറ്റിയ എതിരാളി എന്ന നിലയിൽ മോദിയും നിർമ്മല സീതാരാമനും ജയശങ്കറുമൊക്കെ മത്സരിക്കും എന്ന് കേട്ടെങ്കിലും അവസാന നിമിഷം സ്ഥാനാർത്ഥിയായത് രാജീവ് ചന്ദ്രശേഖരാണ്. ബാംഗ്ലൂരിലെ ഒരു സുരക്ഷിത സീറ്റിൽ കണ്ണുനട്ട് കർണാടക കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ രാജീവ് ചന്ദ്രശേഖരനോട് അവസാന നിമിഷമാണ് BJP ദേശീയ നേതൃത്വം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്. അല്പം വൈകിയാണെങ്കിലും മാസ് എൻട്രി തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത്. ഇതുവരെ BJPയുടെ സാധാരണ പതിവ് രാഷ്ട്രീയക്കാർ തരൂരിനെതിരെ മത്സരിച്ചെങ്കിൽ ഇക്കുറി അങ്ങനല്ല. തരൂരിൻ്റെ അതേ സ്റ്റേച്ചറുള്ള, തരൂരിനോട് ഒത്തുനിൽക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന മികവായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ ശ്രദ്ധേയനാക്കിയത്. തരൂർ ക്യാമ്പിൽ ശക്തമായി നിന്ന പല പ്രമുഖരും രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പിലേക്ക് മാറി. അതായത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ബിസിനസ് മേഖലകളിലും പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന പലരും തരൂരിനെ ഉപേക്ഷിച്ച് രാജീവ് ചന്ദ്രശേഖരന് കൈകൊടുത്തു. രാജീവ് കേന്ദ്രമന്ത്രിയാണ് എന്നതും BJP ഒരിക്കൽ കൂടി അധികാരത്തിൽ എത്തുമെന്ന ആത്മവിശ്വാസവുമാണ് ഈ മാറ്റത്തിന് കാരണമായത്. തിരുവനന്തപുരത്തെ 7 മണ്ഡലങ്ങളിൽ 4ഇടത്തും BJPക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ സാധിച്ചു. എന്നാൽ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്കായ ലത്തീൻ സഭയെ ഇറക്കി രാജീവിൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള തീവ്രശ്രമം നടത്തി. നെയ്യാറ്റിൻകര, കോവളം, പാറശാല എന്നീ 3 മണ്ഡലങ്ങളിലും തരൂരിനും കോൺഗ്രസിനും തന്നെയാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മറ്റ് 4 മണ്ഡലങ്ങളിൽ നേമവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും കഴക്കൂട്ടവും ഈ 4 മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ നേടുന്ന മേൽക്കൈ അട്ടിമറിക്കാനാണ് ശ്രമമുണ്ടായത്. കേരളത്തിൽ BJP വിജയിക്കും എന്ന് ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ പറയുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണെങ്കിലും ഈ 3 മണ്ഡലങ്ങളിലെ മേൽക്കൈ കൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ശശി തരൂർ ജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ അവസാന നിമിഷം തരൂരിന് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് തരൂർ ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് BJP ഇക്കുറി പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ. 3 സീറ്റ് കിട്ടും എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും മൂന്നാമത്തെ സീറ്റ് ഏത് എന്ന ചോദ്യത്തിന് കൃത്യമായി ആരും ഉത്തരം പറയുന്നില്ല. ചിലർ പറയുന്നത് ആലപ്പുഴ എന്നാണെങ്കിൽ ചിലർ പറയുന്നത് പത്തനംതിട്ട എന്നാണ്. അതൊന്നും സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. BJPക്ക് സാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. അതിൽ തിരുവനന്തപുരത്തിന് വലിയ സാധ്യതയുണ്ടായിരുന്നു. അവസാന നിമിഷം ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ സഭയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് തരൂരിന് അനുകൂലമായി മാറിയിരുന്നില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം ഉറപ്പൊന്നുമല്ല. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അറിയാം ആര് ജയിക്കും ആര് തോൽക്കുമെന്ന്. ജയിച്ചാലും തോറ്റാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം. ഇതുവരെ കേരളത്തിൽ ഒരു BJP നേതാവും അങ്ങനെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചാലും അവർക്ക് അവിടെ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. കഴിഞ്ഞ 3-4 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഓരോ തവണയും ഓരോ മണ്ഡലത്തിലായിരുന്നു എന്നോർക്കണം. എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായി. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു. വിജയസാധ്യതാ പ്രതീക്ഷ വെച്ചു പുലർത്തുമ്പോഴും തോറ്റാൽ എന്തായിരിക്കും ഭാവി എന്ന ചോദ്യം പ്രസക്തമാണ്. തോറ്റാലും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്നും 2014 തോറ്റ സ്മൃതി ഇറാനിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കി
2019 രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് അമേഠി പിടിച്ചെടുത്തതുപോലെ ഈ വർഷം തോൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി 2029 തിരുവനന്തപുരം കീഴടക്കാൻ തന്നെയാണ് തീരുമാനം. 2029 തരൂർ മത്സരിക്കുന്നില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് തന്റെ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് തരൂർ വ്യക്തമായി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് രാജീവ് ചന്ദ്രശേഖർക്ക് പറ്റിയ ഒരു എതിരാളിയെ പോലും കോൺഗ്രസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. VS ശിവകുമാറിനെ പോലെ പതിവ് മുഖങ്ങൾക്കൊന്നും രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനി തരൂർ മത്സരിച്ചാൽ പോലും മണ്ഡലം തൻ്റെ കയ്യിൽ നിൽക്കുന്ന തരത്തിൽ അതിശക്തമായ ഇടപെടലിന് ഒരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഡൽഹിയിലും ബാംഗ്ലൂരിലുമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വസതികൾ ഇപ്പോഴുള്ളത്. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റാനും അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വ്യാപിപ്പിക്കാനും രാജീവ് ചന്ദ്രശേഖർ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കാതെ തിരുവനന്തപുരത്ത് വസതി അന്വേഷിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ. തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം. മഴ പെയ്തപ്പോൾ തിരുവനന്തപുരത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായി, അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇടുകയും അത് ട്രോളാവുകയും ചെയ്തതോടെ നീക്കിയ സാഹചര്യം ഗൗരവത്തോടു കൂടി തന്നെയാണ് രാജീവ് പരിശോധിക്കുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ ടീമിന് തിരുവനന്തപുരത്തിൻ്റെ മണവും ഗുണവും ഇല്ല എന്ന് രാജീവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള സോഷ്യൽ മീഡിയ ടീമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായ ഒരു സോഷ്യൽ മീഡിയ ടീമിനെയും രാജീവ് തിരയുകയാണ്. BJPക്ക് സ്വാധീനമുള്ള 4 മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ടുകളും പ്രൊഫഷണൽ വോട്ടുകളും യുവജന വോട്ടുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം ഉറപ്പാക്കി മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ക്രിസ്ത്യൻ ബെൽറ്റിൽ ഇടപെടൽ നടത്തി അവിടെയും വോട്ടുറപ്പിക്കാനുള്ള ദ്വിമുഖ നീക്കവുമാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തുള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിന് വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ 200 കോടി രൂപ അടിയന്തരമായി അനുവദിക്കാൻ നടപടികളെടുക്കുന്നു എന്ന പ്രഖ്യാപനമുണ്ടായത്. 2022 തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട 70 നഗരങ്ങളെ ദുരന്തത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കുകയും ആയിരക്കണക്കിന് കോടി അതിലേക്ക് നീക്കിവെക്കുകയും ചെയ്തു. അതിൽ 200 കോടിയുടെ പദ്ധതിയാണ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടും ദുരിതവും മാറ്റിമറിക്കാൻ 200 കോടി അവിടെ മുടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇതിൽ 75%, അതായത് 150 കോടി രൂപ കേന്ദ്രം നൽകും, 50 കോടി രൂപയാണ് സംസ്ഥാനം കണ്ടെത്തേണ്ടത്. ഇത് വളരെ കൃത്യമായ കണക്കുകൂട്ടലോടെയുള്ള ഒരു പ്രഖ്യാപനമാണ്. തിരുവനന്തപുരത്തെ താൻ ഒരു പ്രതിസന്ധിയിലും കൈവിടില്ല, വെള്ളപ്പൊക്കമെങ്കിൽ വെള്ളപ്പൊക്കം, മറ്റൊരു ദുരന്തമെങ്കിൽ അത്, സ്മാർട്ട് സിറ്റി വികസനമെങ്കിൽ അതെ എന്ന തരത്തിൽ തിരുവനന്തപുരത്തിൻ്റെ രക്ഷകനായി തുടരാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം. അങ്ങനെ 5 വർഷം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ, തിരുവനന്തപുരത്ത് സജീവമായി ഉണ്ടായാൽ രാജീവ് ചന്ദ്രശേഖരനെ 2029 തിരുവനന്തപുരം കീഴടക്കാൻ കഴിയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും.